നമസ്കാരം. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വളരെ രൂക്ഷമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. എന്ത് വിഷയത്തിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്? അത് പ്രസക്തമല്ല. കാരണം സുകുമാരൻ നായരുടെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനവും കേരളത്തെ സംബന്ധിച്ച് അത്ര വിഷയമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യം കുറവാണ്, സമദൂരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ രസകരമായ ചില സംഗതികൾ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചർച്ച ചെയ്യുന്നതെന്നല്ല, ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടി വിചാരിക്കണം. അതാണ് ഇടയ്ക്കൊന്ന് ഞാനൊന്ന് സംശയിച്ചത്. കാരണം കമൻറ്റുകളിൽ ഇത് ശരിയാണ് എന്നുള്ള അഭിപ്രായത്തിന് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ള അഭിപ്രായത്തിനേക്കാൾ എന്തുകൊണ്ട് ശരിയാണ്, എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തി കൂടുതൽ സക്രിയമായി ഇത്തരം ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുക്കണം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. സുകുമാരൻ നായരിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ സുകുമാരൻ നായർ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് ഇത്തരത്തിലൊരു നടപടിയെടുത്തു? കേരളത്തിനെ അവഗണിച്ചു ബഡ്ജറ്റിൽ. അതാണ് വിഷയം. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതാണ് വിഷയം. കേരളത്തിലെ ഇത്രയും കാലം കേരളം നേരിട്ടിട്ടില്ലാത്ത എന്തെങ്കിലും അവഗണന ഈ ബഡ്ജറ്റിൽ ഉണ്ടായോ? കേരളത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള സംഗതികൾ ഈ ബഡ്ജറ്റിൽ ഇല്ലേ? ആദ്യത്തേതിന് ഇല്ല എന്നും രണ്ടാമത്തേതിന് ഉണ്ട് എന്നുമാണ് ഉത്തരം. ആദ്യത്തെ ചോദ്യത്തിന് ഇത്രയും കാലം നേരിടാത്ത യാതൊരുവിധ അവഗണനയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയുമല്ല, കേരളത്തിന് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പ്രഖ്യാപനം അല്ലെങ്കിൽ കേരളത്തിന് മാത്രമായി വാരിക്കോരി എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു സംസ്ഥാനത്തിനും നൽകിയിട്ടില്ല ഈ ബഡ്ജറ്റിൽ. ഇനി സുകുമാരൻ നായരിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ബോധോദയം ഉണ്ടായതിൻ്റെ കാരണം രണ്ടാണ്. ദോഷൈക ദൃക്കുകൾ പറയുന്നത് പത്മ പുരസ്കാരങ്ങളിൽ അദ്ദേഹത്തെ അവഗണിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകി, പത്മഭൂഷൺ നൽകി, അദ്ദേഹത്തിന് നൽകിയില്ല, അതിലുള്ള അസൂയയാണ് എന്നുള്ളതാണ്. അത് ദോഷൈക ദൃക്കുകൾ പറയുന്നതാണ്. അതിൽ വാസ്തവമുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ ഞാൻ വ്യക്തിപരമായ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. തന്നെയുമല്ല, എൻ്റെ ഒരു അഭിപ്രായം പത്മ കഫേ കയ്യിലുള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് പത്മ പുരസ്കാരങ്ങളുടെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ സ്ഥായിയായ ഭാവം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പത്മ പുരസ്കാരങ്ങളൊക്കെ സുകുമാരൻ നായർക്ക് അത്ര വിഷയമാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ദോഷൈക ദൃക്കുകൾ പറയുന്നത് പത്മ പുരസ്കാരം കിട്ടാത്തതിലുള്ള ഒരു അസൂയയാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. ആണോ? നിങ്ങൾ തീരുമാനിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അത് പക്ഷേ എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. കാരണം സമീപകാലങ്ങളിലായി പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം എന്നുള്ളൊരു തട്ടിക്കൂട്ട് പരിപാടി, ഒരു തട്ടിപ്പ് പരിപാടി LDF സർക്കാർ ഈ സമീപകാലത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. ആ അയ്യപ്പ സംഗമത്തിൽ പ്രമുഖ ക്ഷണിതാക്കളിൽ ഒരാളായി പങ്കെടുത്തതിന് ശേഷമാണ് സുകുമാരൻ നായർക്ക് ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അതായത് LDF സർക്കാരിനോടൊരു ചായ്വും സമദൂരമെന്ന് പുറമേ പറയുന്നുണ്ടെങ്കിൽ തന്നെ LDF സർക്കാരിലേക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ചായ്വ് പ്രകടിപ്പിക്കുക. ഒപ്പം തന്നെ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി ആക്ടിവിസ്റ്റുകളായ യുവതികളെ ഇരുട്ടിൻ്റെ മറവിൽ പോലീസുകാരുടെ സഹായത്തോടു കൂടി സന്നിധാനത്തെത്തിച്ച LDF സർക്കാരിനെ ഒരു കാലത്ത് ഏറ്റവും രൂക്ഷമായി എതിർത്തിരുന്ന, ഈ വിഷയത്തിലുള്ള കാര്യമാണ് പറയുന്നത്, ശബരിമല യുവതീ പ്രവേശനത്തിൽ ഏറ്റവും രൂക്ഷമായി എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ സുകുമാരൻ നായർ. ആ വ്യക്തി തന്നെ പറയുകയാണ് അതൊക്കെ കഴിഞ്ഞതല്ലേ, എന്നിട്ട് LDF സർക്കാർ നിലപാട് മാറ്റിയില്ലേ? പിണറായി വിജയനോ MV ഗോവിന്ദനോ ഇവർ രണ്ടുപേരുമാണല്ലോ പാർട്ടിയുടെ പ്രമുഖ വക്താക്കൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഈ വക്താക്കളിൽ ആരെങ്കിലും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനോ MV ഗോവിന്ദനോ ആരെങ്കിലും ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് അവരുടെ മുൻ നിലപാടുകൾ തിരുത്തി എന്തെങ്കിലും പ്രസ്താവന നടത്തിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ശ്രീ സുകുമാരൻ നായരോട് രഹസ്യമായി അവരെന്തെങ്കിലും മാപ്പ് നൽകണം, മാപ്പ് നൽകൂ മഹാമതേ ഗാനം ആലപിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പരസ്യമായി അവർ അത്തരത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ചുരുക്കത്തിൽ അവർ ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ തിരുത്തിയിട്ടില്ല. അത്തരത്തിലൊരവസരത്തിൽ അവർ നിലപാട് മാറ്റിയില്ലേ എന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് സുകുമാരൻ നായർ സ്വയം എന്തിനു പോയി എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് LDF സർക്കാരുമായി കൂടുതലൊരടുപ്പം അദ്ദേഹം കാണിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുൻപ്
ശ്രീ വെള്ളാപ്പള്ളി നടേശൻ NSSും SNDPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം, ഹൈന്ദവ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് അത് ആവശ്യമായൊരു കാര്യമാണ്, അത്യാവശ്യമായൊരു കാര്യമാണ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ഒടുവിൽ സുകുമാരൻ നായർ മുൻകൈ എടുത്ത ഐക്യശ്രമത്തെ പൊളിക്കുകയും ചെയ്ത സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ ഈ ഐക്യശ്രമത്തിനെ ഞാനൊരു സംശയദൃഷ്ടിയോടുകൂടി കണ്ടിരുന്നത്. മുൻപ് തത്വമയിൽ തന്നെ ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്, തത്വമയി ന്യൂസിൽ ഞാൻ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഒരു സംശയം ഈ ഒരു ഐക്യശ്രമത്തിൻ്റെ പിന്നിൽ ഉണ്ടായതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ പിണറായി വിജയനുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസരത്തിൽ വെള്ളാപ്പള്ളി പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പം സൂക്ഷിക്കുന്നു, സുകുമാരൻ നായരാവട്ടെ LDFുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ LDFിന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ളൊരു ഐക്യശ്രമം, അത് തകർത്തത് പോലും അതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഉള്ളത്. ഇനി ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകളൊക്കെ നടത്തിയത് കൊണ്ട് സുകുമാരൻ നായർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDFിൻ്റെ വിടുപണി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് പ്രയോജനമുണ്ടാകുമോ അത് ഒരുപക്ഷെ അദ്ദേഹത്തിനും ഉണ്ടായേക്കാം. പക്ഷേ അത്തരത്തിലൊരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നില്ല. ദോഷൈക തൃക്കുകൾ ഒരുപക്ഷെ ഉന്നയിച്ചാലും അവരെ കുറ്റം പറയുവാനും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും പ്രസ്താവനകളും തന്നെയാണ് അതിന് കാരണം. ഇനി ഹിന്ദു ഐക്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, സത്യസന്ധമായി പറയട്ടെ, വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്, LDFിൻ്റെ പിണിയാളുകളായിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ സുകുമാരൻ നായരും ഇത്തരത്തിലൊരു സംരംഭത്തെ മുന്നോട്ട് വെച്ചതും അതിനെ തന്ത്രപരമായി തകർത്തതുമെങ്കിൽ ഈ ഐക്യം ഈ അവസരത്തിൽ നടക്കാതിരുന്നത് തന്നെ നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അജിത് ഡോവൽ മാർക്കോ റൂബിയോട് പറഞ്ഞതുപോലെ ഭാരതവും അമേരിക്കയും ആയിട്ടുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലം കഴിയുന്നതുവരെ കാത്തിരിക്കുന്നതിൽ ഭാരതത്തിന് യാതൊരു വിഷമവുമില്ല എന്ന് പറയുന്നത് പോലെ സുകുമാരൻ നായരുടെ കാലം കഴിയുന്നതുവരെ ഹൈന്ദവ ഐക്യത്തിന് കാത്തിരിക്കുന്നതിൽ ഹിന്ദു സമുദായത്തിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ 10-30 വർഷങ്ങളായി കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും അവർ നടത്തിയ ന്യൂനപക്ഷ പ്രീണനങ്ങളെയും ഹൈന്ദവ ധ്വംസനങ്ങളെയും സഹിച്ചും അതിനെയൊക്കെ കടന്നും വന്നൊരു സമുദായമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ സുകുമാരൻ നായരുടെ കാലം കഴിയുന്നതുവരെ കാത്തിരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം ഒന്നെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി പത്മ കഫേയിലെ ക്യാഷ്യറായിട്ടോ, കാരണം പത്മ കഫേ ഉള്ളിടത്തോളം പത്മ പുരസ്കാരത്തിന് അദ്ദേഹത്തിന് ആവശ്യമില്ല, പത്മ പുരസ്കാരത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്യാഷ്യറായിട്ടോ മറ്റോ ഒതുങ്ങിക്കൂടുന്ന കാലം വരെയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റൊരാൾ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്നത് വരെയോ ഹിന്ദു സമൂഹത്തിന് കാത്തിരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി ഒരേ ഒരു സങ്കടമുള്ളത്, മന്നത്ത് പത്മനാഭനെ പോലുള്ള, കിടങ്ങൂരിനെ പോലുള്ള മഹാരഥന്മാർ നയിച്ചിരുന്നൊരു പ്രസ്ഥാനമാണ് NSS. ആ ഒരു പ്രസ്ഥാനത്തെ നായർ സമുദായത്തിന് വേണ്ടി കേരളത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് ഒരു സമ്പത്ത് ഏകീകരിച്ച് മുന്നോട്ട് പോയൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്താണ് ശ്രീ സുകുമാരൻ നായർ ഇന്ന് അമർന്നിരിക്കുന്നത്. ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതി എന്താണ് എന്ന് വെച്ചാൽ, ഈ ദോഷൈക തൃക്കുകളോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവരോ NSSനെ ഇന്ന് പരിഹാസരൂപേണ വിളിക്കുന്നത് നായർ സംഹാര സമിതി എന്നാണ്. ഒരേ ഒരു അഭ്യർത്ഥന സുകുമാരൻ നായർ കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരേ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തോട് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്, അത്തരത്തിലുള്ളൊരു പരിഹാസത്തിന് ഇടം കൊടുക്കാത്ത രീതിയിലുള്ള പ്രസ്താവനകളും പെരുമാറ്റങ്ങളും ആയിരിക്കണം NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. അതൊന്ന് അങ്ങ് ശ്രദ്ധിച്ചാൽ നായർ സമുദായവും ഹൈന്ദവ സമുദായം മൊത്തത്തിലും അങ്ങയോട് കടപ്പെട്ടിരിക്കും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.